ഇതാ നമ്മുടെ മുറ്റത്തൊരു പേരമരം കണ്ടില്ലേ? വലിയൊരു പേരമരമാണ്. നിറയെ പേരയ്ക്ക ഉണ്ട്. ഇതിന് പേരയ്ക്ക ഇല്ലാത്ത സമയമില്ല. നിറയെ പേരയ്ക്കയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ കൊല്ലം പേരയ്ക്ക ഉണ്ടായപ്പോഴാണെങ്കിൽ പുഴു ഒന്നുമില്ലായിരുന്നു, അതായത് അളിഞ്ഞതൊന്നും അല്ലായിരുന്നു. പിന്നത്തെ പ്രാവശ്യം ഈ പേരയ്ക്ക ഉണ്ടായപ്പോഴും മൊത്തം പുഴുവാണ്. പുഴുവെന്നല്ല, അതിൻ്റെ മകമാണ് അളിഞ്ഞിരിക്കുകയാണ്. ഇത് മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളതൊന്ന് പറഞ്ഞു തരിക. നല്ലൊരു പേരമരമാണ്. ഉണ്ടോ? ഉയർത്തി പോയിരിക്കുകയാണ്. അതായത് നമ്മുടെ വീടിനോളം ഉയരത്തിലാണ് നിൽക്കുന്നത് ഈ പേര. കണ്ടോ, കാകളാണിത്. എൻ്റെ അകം മുഴുവനും വീഡിയോയിൽ കാണാമോ എന്നറിയത്തില്ല. ഉള്ളിലെല്ലാം കാ വന്നു. നിറയെ കായകളുണ്ട്. ഉണ്ടോ? പേരയ്ക്ക ഇഷ്ടം പോലാണ് പേരയ്ക്ക ഉണ്ടായി കിടക്കുന്നത്. പക്ഷേ അതിലെല്ലാം കേട് വന്ന് പോവുകയാണ്. അതായത് ഈ പരുവത്തിലൊക്കെ ഓരോരുത്തർ പറിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും വന്ന് അതുകൊണ്ട് ഈ ചപ്പിൻ്റെ അകത്തൂടെ കയറി ഇത്രയും ചപ്പ് കിടന്നിട്ട് അതിൻ്റെ അകത്തെല്ലാം തല്ലിയിട്ട് കയറി ഇത് പറിച്ചു. ഇനിയിപ്പോൾ ഇത് നാളെ തിളപ്പിക്കാനാണ്. നാളെ പണിക്കാർ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കാടാണ്. നമ്മുടെ പറമ്പിലെ പണിക്കും ഇതും എല്ലാം കൂടെ ചെയ്തു തരാമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഈ പരുവൊക്കെ തിന്നാൻ കൊള്ളാം. വേണ്ട, കണ്ടോ? കാണാമോ? ഈ പരുവൊക്കെ ഓരോരുത്തർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങ് അളിഞ്ഞളിഞ്ഞിരിക്കുകയാണ്. അത് അതിൻ്റെ അകം കട്ട് ചെയ്യുമ്പം വലിയ മുഴുത്ത പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അകം കട്ട് ചെയ്യുമ്പം അളിഞ്ഞളിഞ്ഞ് കാണാം. അപ്പം അതെന്തെങ്കിലും അത് മാറാനായിട്ട് മാർഗമുണ്ടോ? അറിയാമെങ്കിലൊന്ന് പറഞ്ഞു തരാമോ? ഭയങ്കര ഉയരത്തിലാണ് ഈ പേരമരം പോയേക്കുന്നത്. എനിക്ക് മോളിൽ നിന്ന് പറിക്കാം. അതുപോലെ ഉയരത്തിലാണ് പോയേക്കുന്നത്. ഇപ്പോഴേ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ വിവരം പറയുക, കമൻസിലിടുക. അപ്പം ഇത് ചോദിക്കാനായിരുന്നു ഈ വീഡിയോ എടുത്തത്. ഇപ്പോഴത്തൊരു കിളിയുണ്ട്, കിളിക്ക് കൊടുക്കാം. അതായത് ഇതുപോലുള്ള പേരയ്ക്ക ഞാൻ കത്തി എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്യുകയാണ്. ഇതേണ്ട, ഇതേമാതിരി കണ്ടില്ലേ? ഇതേമാതിരി മൊത്തം അളിഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്യാം? ഒരുപാട് പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ പരുവൊക്കെ ഓരോരുത്തർ പറിച്ചുകൊണ്ട് പോയി കഴിക്കുന്നത്. ഈ പരുവോ ഇതിൽ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ. കാരണം ഇതിൻ്റെ അകത്തൊന്നും കേടില്ല.
കാണിച്ചു തരാമേ. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, കേടില്ല. കണ്ടോ? ഈ പരുവത്തിലാണ് ഓരോരുത്തർ കഴിക്കുന്നത്. ഈ പരുവത്തിൽ കഴിച്ച് ചിലപ്പം പുളിയുണ്ട്, ചിലപ്പം കയ്പ്പാണേലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതാ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കഴിക്കുന്നത്. അന്നേരം ഈ ഷുഗറൊക്കെ ഉള്ളവരെ കഴിക്കുന്നുണ്ട്. ഇതിൽ പുളിയുണ്ട്, കുഴപ്പമില്ല. കണ്ടിച്ച് വിച്ചാത്തിയായ ആ ഇത് കഴുകട്ടെ. ഇപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്നാമതൊക്കെ കുറച്ച് പേര് വന്ന് പറിച്ചുകൊണ്ട് പോയി. വണ്ടിയിലൊക്കെ ഓരോരുത്തർ വരുമ്പോൾ നിർത്തുക, പറിക്കുക. എല്ലാവരും അത് വലിച്ച് കമ്പ വളച്ച് വെച്ചേക്കുക താഴെ റോഡിലോട്ട്. കുറേ ഉണ്ട്. ഉപ്പും മുളകും കൂടെ കൂട്ടി, ഉപ്പ് പൊടിയും മുളക് പൊടിയും കൂടി ഇളക്കിയിട്ട് മുക്കി കഴിക്കണം.